പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽ തന്നെ ഈ നിമിഷം വരെയും മരണം സ്വീകരിക്കുന്നവരെയും മുഴുവൻ സമയം ശുശ്രൂഷകനായിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെയ്മി സഹോദരൻ തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 12:30 ആയപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്വജീവിതം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളോടെല്ലാം വിട പറഞ്ഞ് നീങ്ങി. തീർച്ചയായിട്ടും ജെയ്മിയുടെ ഈ വേർപാട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിധത്തിൽ ഒരു നഷ്ടമുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും ജെയ്മി എങ്ങോട്ടാണ് പോയത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു അനുഗ്രഹീതമായ മരണമാണ്. വളരെ നാളായി അദ്ദേഹം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈശോയുടെ അടുക്കിലേക്ക് പോകുവാൻ വേണ്ടി. എപ്പോഴും ജെയ്മിനെ നമ്മൾ കാണുന്നത് ഡിവൈൻ്റെ അൾത്താരയിലും വിശുദ്ധ കുർബാനയുടെ അടുത്തുമാണ്. അത് ജെയ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈശോയുടെ അടുക്കലായിരിക്കുക എന്നത്. ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മരണത്തിലൂടെ സഫലമായി തീർന്നിരിക്കുന്നത്. ജെയ്മിയെക്കുറിച്ച് ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. പോട്ടയിൽ അനുദിന വചന ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടത്തിൽ ലഘുഭക്ഷണ വിതരണത്തിനായി സജീവമായി പങ്കുചേർന്നുകൊണ്ട് സഹായിക്കുകയും വചനോത്സവം മാസം തുടങ്ങിയ അവസരത്തിൽ അത് പാക്ക് ചെയ്ത് അയക്കുവാൻ വേണ്ടി തൻ്റെ സമയമെല്ലാം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ പോട്ടയിലെ അനുദിന ശുശ്രൂഷയിൽ പാട്ടുപാടിയും ഇടയ്ക്ക് വചനം നൽകിയും എല്ലാം അദ്ദേഹം പോട്ട ഡിവൈൻ ശുശ്രൂഷയോട് അത്രമാത്രം തൻ്റെ ഹൃദയം ചേർത്ത് വെച്ച വ്യക്തിയായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങിയ അവസരത്തിൽ ഈ ധ്യാനമന്ദിരത്തിൽ സഹായിക്കാനായിട്ട് വരികയും പിന്നെ അന്നു മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ ജെയ്മി സഹോദരൻ്റെ പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ്. എത്രയോ വർഷങ്ങളായി ഇവിടെ വന്ന് ധ്യാനം കൂടുന്ന എല്ലാ മനുഷ്യരെയും പ്രഭാത പ്രാർത്ഥന നടത്തി അങ്ങനെ അവരെ ധ്യാനാനുഭവത്തിലേക്കും ഈശോയിലേക്കും അടുപ്പിച്ചുകൊണ്ടിരുന്ന അതിമഹത്തായ ശുശ്രൂഷയാണ് ജെയ്മി സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും ആരാധന, പ്രാർത്ഥന, വചന ശുശ്രൂഷ ഇതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം ചെയ്യുമ്പോൾ ജെയ്മിയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച വ്യക്തിയാണ്. പൂർണ്ണമായി തന്നെ ഈശോയ്ക്ക് കൊടുത്ത വ്യക്തിയാണ്. തൻ്റെ സമയം, ആരോഗ്യം, തൻ്റെ വേദനകൾ, തൻ്റെ രോഗം, തൻ്റെ മക്കൾ, ജീവിത പങ്കാളി എല്ലാം എപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നയിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നവർക്കെല്ലാം വളരെ ഉന്നതമായ ഒരു മാതൃക നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. നമുക്ക് ജെയ്മിയുടെ ഈ വേർപാട് തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഡിവൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഒരു നഷ്ടമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും
തീർച്ചയായിട്ടും അദ്ദേഹം ആ ശുശ്രൂഷ സ്വർഗത്തിൽ തുടരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിലൂടെ ഈശോ ഈ ധ്യാനകേന്ദ്രം നൽകിയ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനുള്ള ദിവസങ്ങളായി ഞങ്ങളിതിനെ കാണുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വേദനകളും വിഷമതകളും ഞങ്ങൾ ജനത്തിൻ്റെ വേദനകളെയും വിഷമതകളെയും ദിവസവും ഏറ്റുവാങ്ങി ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്മിയുടെ അടുക്കിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വേദനകളെയും വിഷമതകളെയും ജെയ്മിയുടെ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിൽ എത്തട്ടെ എന്ന് ഉള്ള ഒരു നിയോഗ പ്രാർത്ഥന വെച്ചുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജെയ്മിയുടെ വേർപാട് ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുള്ള സർവ്വ സഹോദരങ്ങളെയും അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം വ്യാഴാഴ്ചയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ആരംഭിക്കും. എന്നാൽ ബുധനാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ ബോഡി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏതാണ്ട് 2 മണി മുതൽ ഇവിടെ വ്യാഴാഴ്ച രാവിലെ വരെ ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുള്ളവരുമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ കൂട്ടായ്മ നമുക്ക് ആചരിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിശുദ്ധൻ സ്വർഗത്തിൻ്റെ പക്കൽ നിൽക്കുന്നു, സ്വർഗത്തിൽ നിൽക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ അവസരത്തിൽ ഞങ്ങളെല്ലാം ഒരുപോലെ വലിയൊരു ബന്ധം, ആ ബന്ധം ഒരിക്കലും അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയതുകൊണ്ട് മുറിയുന്നില്ല എന്ന കാര്യം അതിശക്തമായ രീതിയിൽ ഉള്ളിലുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഞങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്നുണ്ട്. നമുക്ക് ജെയ്മിക്ക് വേണ്ടി ജെയ്മിയോടൊപ്പം പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ജനലക്ഷങ്ങളെ മുഴുവനും ക്ഷണിക്കുന്ന ജെയ്മി സ്വർഗത്തിരുന്നു കൊണ്ട് എല്ലാ ദിവസവും നമ്മളെല്ലാവരെയും പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോടൊപ്പം പങ്കുചേരാം. ആമേൻ.